നമസ്കാരം. ഭദ്രകാളി ദേവിയുടെ ഈ സന്ദേശം നിങ്ങൾക്ക് മുന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് വെറുതെയല്ല എന്ന് മനസ്സിലാക്കണം. പ്രത്യേകമായ കാരണങ്ങൾ സംഭവിച്ചതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങളിലേക്ക് ഏറ്റവും കൃത്യമായ ഒരു സമയത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യം എന്ന് തോന്നുന്നതായ സമയത്ത് ഈ കാര്യങ്ങൾ നിങ്ങളെ തേടി എത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കാരണം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ, അല്ലെങ്കിൽ ജീവിതത്തെ നിങ്ങൾക്ക് മുഴുവനായും മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ഒരു ശക്തി തന്നെയാണ്, അല്ലെങ്കിൽ സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ആ വാക്കുകൾ നിങ്ങൾക്ക് പിന്നിലേക്ക് കടന്നു വരികയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനായി സാധിക്കുന്നത് പോലും അമ്മയുടെ അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ആവശ്യമുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അതിലൊന്ന് തന്നെയാണ് ഈ സന്ദേശത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായ സന്ദേശം അല്ലെങ്കിൽ വാക്കുകൾ. അതുകൊണ്ട് തന്നെ ഈ നിമിഷം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾക്ക് നിങ്ങൾ പൂർണ്ണമായ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വിഷമകരമായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ, അതെല്ലാം ഇപ്പോൾ നിങ്ങൾ മാറ്റി വയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായ ഊർജം പാടുള്ളതല്ല, പോസിറ്റീവായ ഊർജം കൊണ്ടുവരണം. അതിനാൽ നിങ്ങൾ ഏകാഗ്രമായി തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. ഹൃദയം തുറന്ന ഹൃദയത്തോടെ, ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ നിങ്ങൾ കേൾക്കണം. ഈ സമയം നിങ്ങൾ അമ്മയെ വന്ദിക്കേണ്ടതാണ്. അമ്മയുടെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. അമ്മയെ ഒരു നിമിഷം നിങ്ങൾ വന്ദിച്ചുകൊണ്ട് ഓം ക്രീം കാളി എന്നോ ഓം ശ്രീ ഭദ്രകാളിയേ നമഃ എന്നോ കമന്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നാമങ്ങളോ, മനസ്സിലുള്ള ഒരു ദുഃഖം രേഖപ്പെടുത്തുകയോ, അതൊഴിയണം എന്ന പ്രാർത്ഥനയോടെ രേഖപ്പെടുത്തുകയോ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ദേവിയെ നിങ്ങൾ മനസ്സിൽ വന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രാർത്ഥനയാണ് എങ്കിലും രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. അമ്മ നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ചൊരിയുവാനായി തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സമയം തന്നെയാണ് എന്ന് പറയാം. നിങ്ങളുടെ മനസ്സിൽ പലവിധ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ പ്രാർത്ഥനകൾ പലതും പലർക്കും അറിയാത്ത, നിങ്ങളിൽ മാത്രം നിലനിന്നിരുന്നതായ പല കാര്യങ്ങളാണ്, പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾ തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം നൽകിയത്. എന്നാൽ ആ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം ഈ സമയം അമ്മ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി പ്രദാനം ചെയ്യുകയാണ് എന്ന് പറയാം. ഇപ്പോൾ തീർച്ചയായും ഒരു പുതിയ ജീവിത ഘട്ടത്തിലേക്കുള്ള ഒരു യാത്ര നിങ്ങൾ ആരംഭിക്കുകയോ, അത്തരമൊരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നടന്നിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. അത് നിങ്ങൾക്ക് വളരെ വിഷമകരമായ സാഹചര്യമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കാതെ, ഇനി മുന്നോട്ട് നയിക്കുന്നതായ, അല്ലെങ്കിൽ അമ്മ നയിക്കുന്നതായ ആ കാര്യങ്ങൾ നിങ്ങളെ മുന്നോട്ട് നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുകൂല കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, നിങ്ങളുടെ സാരഥി എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഇതുവരെ ചെന്നെത്തിയിട്ടില്ലാത്ത മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. നിങ്ങൾ ആരോടും പറയാതെ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നതായ പല കാര്യങ്ങളെക്കുറിച്ചും, പല വിഷമതകളെക്കുറിച്ചും, സങ്കടങ്ങളെക്കുറിച്ചും നമുക്ക് ഈ സമയം സംസാരിക്കാം. നിങ്ങൾക്ക് ഒരു കാര്യം പ്രത്യേകമായും പരാമർശിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളോട് പറയുവാൻ സാധിക്കും.
നിങ്ങൾ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾക്കായി വിഷമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റല്ലാതെ മറ്റുള്ളവർ നിങ്ങളെ വിഷമിപ്പിക്കുകയും അതുമൂലം നിങ്ങളുടെ കണ്ണുനീർ വീണിട്ടുണ്ട് എങ്കിൽ അത് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അല്ലെങ്കിൽ അമ്മ മഹാമായ കാണാതിരുന്നിട്ടില്ല എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. തീർച്ചയായും പലവിധ കൊടുങ്കാറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളെ കടപുഴക്കുന്ന രീതിയിലുള്ള വിഷമതകൾ, അത് ധനപരമാകാം, മാനസികപരമായ വിഷമതകളാകാം, നിങ്ങളുടെ കുടുംബം പങ്കാളിയുമായി ബന്ധപ്പെട്ട വിഷമതകൾ പോലുമാകാം, അത് നിങ്ങളെ തകർത്തു പോയിരിക്കുന്ന സാഹചര്യമോ അതിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന വ്യക്തികളോ ആയി നിങ്ങളെ കണക്കാക്കാം. അത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്രമേൽ വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ചു നിന്ന സാഹചര്യം പോലുമുണ്ട്. പലരും നിങ്ങളെ അല്ലെങ്കിൽ വിശ്വസിച്ചവർ തന്നെ നിങ്ങളെ പലപ്പോഴും ചതിച്ചിരിക്കുന്നതായ സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സ് തന്നെ ആകെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉലഞ്ഞു പോയ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് കാണുന്നു. പലരും നിങ്ങളുടെ വിഷമതകൾ കണ്ടില്ല എന്ന് നടിച്ചു. പലരും നിങ്ങളെ പാതി വഴിയിൽ അല്ലെങ്കിൽ നിങ്ങളെ തനിച്ചാക്കി പല അവസരങ്ങളിലും പലരും പോയിട്ടുള്ളതായ സാഹചര്യം പോലുമുണ്ട്. നിങ്ങളെ പല വിധത്തിലും, അതായത് മനസ്സിനെ പലരും ചൂഷണം ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ മുറിവുകൾ എന്ന് പറയുന്നത് മനസ്സിനെ ബാധിച്ചിരിക്കുന്ന മുറിവുകൾ തന്നെയാണ്. അത് ഒരിക്കലും ഉണങ്ങില്ല എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും അത് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് കടന്ന് വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇതിലെല്ലാം അത്ഭുതം എന്ന് പറയുന്നത് ഇത്രമേൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് യാദൃശ്ചികമാണ് എന്ന് തോന്നുന്നു എങ്കിൽ അത് തെറ്റാണ്. കാരണം അത് പരീക്ഷണങ്ങളാണ് എങ്കിലും ആ ശക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, അമ്മ മഹാമായ ഭദ്രകാളി ദേവി നിങ്ങളെ താങ്ങി നിർത്തിയിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിർത്തിയതായ ഒരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് പൂർണ്ണമായും നിങ്ങളെ വീണു പോകാതെ സംരക്ഷിച്ചത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾക്ക് താങ്ങായി നിന്നത് ആ ദേവത തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങളിൽ സംരക്ഷണം ആ ദേവത പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന വേദന, അത് എന്ത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായ ആ വിഷമതകളിൽ നിന്നും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരുകയും പ്രയത്നങ്ങൾ പലപ്പോഴും നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി ഒഴിഞ്ഞ സാഹചര്യം പോലുമുണ്ട്. പലർക്കു വേണ്ടിയും ത്യാഗം ചെയ്ത സാഹചര്യം പോലും കാണുവാനായി സാധിക്കുന്നു. പലരെയും നിങ്ങൾ ചേർത്ത് നിർത്തി വളരെയധികം സ്നേഹിച്ചു. എന്നാൽ നിങ്ങളുടെ പ്രവർത്തികളിൽ, നിങ്ങളുടെ സ്നേഹങ്ങളിൽ പോലും മറ്റുള്ളവർ അതിന് വില കൽപ്പിച്ചില്ല എന്ന് കണക്കാക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ വിഷമം വരുന്നു, അല്ലെങ്കിൽ ആ ഹൃദയം വളരെയധികം വിഷമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഈ സമയം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ വിഷമതകൾ അത് നിങ്ങളെ തകർക്കില്ല എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർന്നു വരാനുള്ള ചവിട്ടുപടികളായി മാത്രം അതിനെ കാണുക. തീർച്ചയായും അതിന്റെ അടിത്തറ നിങ്ങൾ ശക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇനി നിങ്ങൾക്ക് പല കാര്യങ്ങളും സംഭവിക്കും. അതിലൊന്ന് സമാധാനമാണ് എങ്കിൽ മറ്റൊന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധിയാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ളതായ കർമ്മഫലത്തിന്റെ അനുകൂല കാര്യങ്ങൾ നിങ്ങൾ കൊയ്യാൻ പോകുന്ന സമയമാണ്. അതിനി താമസമില്ല എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ചില കാര്യങ്ങളിൽ കൂടി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടെ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായും അമ്മ നൽകുന്നതായ ഒരു മുന്നറിയിപ്പായി തന്നെ കണക്കാക്കണം. ഈ സമയം തീർച്ചയായും നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ അവരുടെ പല മുഖങ്ങളും കണ്ടിട്ടുള്ളവരാണ്. എന്നാൽ അവരുടെ സന്തോഷം നിറഞ്ഞ മുഖം പലപ്പോഴും നിങ്ങൾ കാണുന്നുണ്ട്. പലപ്പോഴും ആ സന്തോഷം നിറഞ്ഞ മുഖം മാത്രമല്ല അവർക്കുള്ളത്.
പല വിഷമകരമായ കാര്യങ്ങളും അവരെ ബാധിച്ചിട്ടുണ്ടാകാം. നിയന്ത്രിക്കാൻ സാധിക്കാത്തതായ പല വിഷമങ്ങളും അവരുടെ മനസ്സിൽ ആഞ്ഞടിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശാന്തരായി നിൽക്കുന്ന സഹോദരൻ, സഹോദരി അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക. അവർ സാധാരണയായി തന്നെയായിരിക്കാം നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി പലതും മറച്ചു വയ്ക്കുന്നുണ്ടാകാം. അത്തരത്തിൽ ഒരു വലിയ ഭാരം അവർ എടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. അതിൽ ചിലത് മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കാത്ത ഒരു രഹസ്യമായി അവർ മനസ്സിൽ സൂക്ഷിക്കുന്നതാകാം. പല കാര്യങ്ങളും അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ടാകാം. ചില കാര്യങ്ങളിൽ അവർക്കൊരു കുറ്റബോധം മനസ്സിൽ തോന്നി തുടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ അവരുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് കാണുന്നു. അവർ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കാര്യങ്ങളെ നേരിടുന്നത് എന്ന കാര്യവും ഓർക്കണം. അതായത് പലപ്പോഴും അവർ ഇത് മനസ്സിൽ ഒളിപ്പിക്കുന്നതിനാൽ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ മറയ്ക്കുന്നതിനാൽ അവർ ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിലുള്ളത് എന്ന് കാണുന്നു. മാനസികപരമായ സംഘർഷങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അതവരെ തെറ്റായ രീതിയിലേക്ക് നയിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നീട് അവർക്ക് തിരിച്ചുവരവ് അസാധ്യമാകുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് അവർ പോയി എന്ന് വരാം. അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അവരെ ശരിയായ വഴിയിലൂടെ നടത്തുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വഴി അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരമൊരു വിഷമകരമായ സാഹചര്യത്തിൽ അവരുടെ രക്ഷകരായി നിങ്ങൾ അവതരിക്കും എന്ന സൂചന തന്നെയാണ് ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും അവർക്ക് പകർന്നു നൽകുവാൻ സാധിക്കും, അവരെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കും. അവർക്ക് കൃത്യമായ ഉപദേശങ്ങളും വിവേകത്തോടെ പ്രവർത്തിക്കാനുള്ള ആ ഉപദേശങ്ങൾ അവർക്ക് നൽകുവാൻ സാധിക്കും എന്നുള്ളതാണ്. അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് എന്ന കാര്യം ഓർക്കുക. പകരം അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയും അവർക്ക് കേൾക്കാനുള്ളത് കൃത്യമായി കേൾക്കുകയും നിങ്ങളുടെ മനസ്സിൽ അവർക്ക് സുരക്ഷിതമായ ഇടം നൽകേണ്ടതാണ്. അത് അവർക്ക് കൂടി ബോധ്യപ്പെടുന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പലപ്പോഴും അവരുടെ നിശബ്ദതയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും അവർ ഇത്തരമൊരു വിഷമകരമായ സാഹചര്യത്തിൽ മുങ്ങിപ്പോകാതെ അത്തരം വിഷമകരമായ സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനും അതിൽ പിടിച്ചു നിൽക്കുവാനും അവർക്ക് ധൈര്യം നൽകേണ്ട വ്യക്തികളായി തന്നെ നിങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. അമ്മ മഹാമായ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ തീർച്ചയായും പ്രവർത്തിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും അമ്മ മഹാമായ പരാമർശിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ പല സൗഭാഗ്യങ്ങളും നിങ്ങൾ തയ്യാറായി നിൽക്കുന്നു എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾ നിയന്ത്രണം വീണ്ടെടുത്ത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം തോൽവി സമ്മതിക്കണം എന്നല്ല, മറിച്ച് നിങ്ങളുടെ വളരെയധികം പദ്ധതികളുണ്ട് എങ്കിൽ ആ പദ്ധതികളും അതേപോലെ തന്നെ സ്വപ്നങ്ങളുണ്ട് എങ്കിലും ആ സ്വപ്നങ്ങളും നിങ്ങൾ സാക്ഷാത്കരിക്കുവാൻ അനുവദിക്കണം എന്ന പ്രാർത്ഥന നിങ്ങൾ നടത്തേണ്ടതാണ്. ഈ സമയം നിങ്ങളുടെ ഭാരങ്ങൾ പൂർണ്ണമായും ഇറക്കി വയ്ക്കുകയും ഈ സമയം നിങ്ങളെ സഹായിക്കുന്ന ആ ദൈവികമായ ശക്തിയെ നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ വളരെയധികം പദ്ധതികൾ വിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസത്താൽ ഓരോ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ പിന്തുടരേണ്ടതാണ്. ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന ഭയം അത് നിങ്ങൾക്ക് അകന്നു പോവുകയും നിങ്ങളിലേക്ക് ഈശ്വരാധീനത്താൽ സന്തോഷം, സമാധാനം വന്ന് ചേരുകയും ചെയ്യും. കാരണം ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ നയിക്കപ്പെട്ടിരിക്കുന്നത് ആ ശക്തിയുടെ അനുഗ്രഹത്താൽ തന്നെയാണ്. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ
മനുഷ്യ സഹജമായ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. തെറ്റുകൾ സംഭവിച്ച് പോകുന്നുണ്ട്. പലപ്പോഴും ഭയം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പരാജയം പലപ്പോഴും സംഭവിക്കുമോ എന്ന ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നത് ശക്തമായ സന്ദേശം തന്നെയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ശരിയാകും എന്ന ശബ്ദം. അതേപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾക്ക് താങ്ങായി നിൽക്കുവാൻ സാധിക്കും എന്ന സന്ദേശവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനാൽ പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾ ഈ സമയം മുന്നോട്ട് പോകണം. നിങ്ങളുടെ വേദന മാത്രമല്ല, അവരുടെ വേദനയും ഒപ്പുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോന്നിരുന്ന ആ പ്രയാസങ്ങൾക്ക് ഒരു പരിധി വരെ അത്തരം കാര്യങ്ങൾ അകന്നു പോവുകയും അനുഗ്രഹങ്ങൾ കൃത്യമായി വന്നു ചേരുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും മറ്റൊരു പുതിയ അധ്യായം എന്ന് തന്നെ പരാമർശിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിലേക്ക് ഉറപ്പുകൾ തന്നെ വന്നു ചേരുകയാണ്. ആ ശക്തി നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു പര്യവസാനം സംഭവിക്കും എന്ന സൂചന തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഗൂഢാലോചനകൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകാം. നിങ്ങൾ തകരണം എന്ന് ആഗ്രഹിക്കുന്ന പല വ്യക്തികളും ഉണ്ടാകാം. ഇത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് എത്തിച്ചേരുന്നതായ കാര്യങ്ങൾ, അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ ഓരോന്നായി നിങ്ങൾക്ക് തുറക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. വാഗ്ദാനം ചെയ്തിട്ടുള്ളതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വിജയം അനിവാര്യമാണ് എങ്കിൽ അത് സാധ്യമാകാവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് പ്രകാരം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ വിജയം നിങ്ങളിലേക്ക് വന്നു ചേരാം. ധനസമൃദ്ധിയോ ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങളോ വന്നു ചേരാം. കൂടാതെ മനസ്സിൽ സമാധാനവും സന്തോഷവും നിറയുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ്. ഇവ മൂന്നും നിങ്ങളിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത് നേട്ടങ്ങളായി മാറുകയാണ്. ഈ സമയം നിങ്ങൾക്ക് ആത്മാവിനും അതേപോലെ തന്നെ മനസ്സിനും വളരെയധികം സന്തോഷം ലഭിക്കുകയും പല കാര്യങ്ങളിലും പൂർണ്ണതയിൽ എത്തുവാൻ സാധിക്കും. അത്രയേറെ സവിശേഷമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. വളരെയധികം വ്യക്തികൾ അവരിൽ നിന്നും നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും അനുഗ്രഹങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ മാറുന്നതിനാൽ കൂടിയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവികമായ അല്ലെങ്കിൽ അമ്മയുടെ ശക്തി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ സമയം കൃത്യമായി കാര്യങ്ങളെ മാറ്റിമറിക്കുവാനും മാറ്റാനുമുള്ള കഴിവ്, അതേപോലെ തന്നെ നിങ്ങൾ തൊടുന്നതായ കാര്യങ്ങൾ പൊന്നാക്കി മാറ്റുവാനുള്ള സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾ ഏറ്റവും ശക്തവും അതേപോലെ തന്നെ അത്രമേൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. ഈ സമയം പ്രധാനമായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം നൽകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ദുർബലരാകില്ല എന്നത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്ന സഹോദരങ്ങൾക്കും തുണയായി മാറും. ഈ സമയം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനോ അവർക്കൊപ്പം നിലനിൽക്കുവാനോ അവർക്ക് ധൈര്യം നൽകുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പല ആകുലതകൾക്കും ഒരു പരിഹാരം തന്നെ കടന്നു വരും. ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം.